ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്. ഇത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇസ്രായേലുണ്ട്, സിറിയയുണ്ട്, അതേപോലെ ഇറാനുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ IDF ഇന്ന് ബെയ്റൂത്തിൻ്റെ ഉള്ളിൽ ഒരു ബിൽഡിംഗ് ഇസ്രായേൽ അടിച്ച് നിലം പരിശാക്കിയിരിക്കുകയാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഡ്രോൺ മാനുഫാക്ചറിങ് ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ ബെയ്റൂത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി അടിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ ആർമിക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെബനാൻ ആർമി ആ ബിൽഡിംഗ് ടാർഗറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കടന്നു കയറി പോകുന്ന സമയത്ത് ഇസ്രായേൽ കൃത്യമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലെബനാൻ ആർമിയെ കൊണ്ട് ഇത് സാധ്യമല്ല, ഈ ബിൽഡിംഗ് ഓൾറെഡി തന്നെ IAF ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ടാർഗറ്റ് ലിസ്റ്റഡിൽ ഉള്ള ബിൽഡിംഗ് ആണ്, ഇത് ഞങ്ങൾ അടിച്ചോളാം, നിങ്ങൾ അവിടെ നിന്ന് പുറത്ത് പോയിക്കോ എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ആ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്തത്. IDF ഫ്രഷ് ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് സൗത്ത് ലെബനാനിൽ. അതായത് സദൻ ലെബനാൻ ഭാഗത്തുനിന്ന് ആൾക്കാരെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് IDF കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള വാണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഹെസ്ബുള്ള താവളങ്ങൾ പെരുകി വരുന്നു എന്നുള്ളതും, അതുപോലെ അത് നോർത്തേൺ ഇസ്രായേൽ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അതായത് നോർത്തേൺ ഇസ്രായേൽ ഭാഗത്ത് താമസിക്കുന്ന ഇപ്പോഴാണ് ഏതാണ്ട് 60,000 ഫാമിലീസിനെ ഇസ്രായേൽ അവിടെ അതായത് ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ആൾക്കാരെ ഇപ്പോഴാണ് വീണ്ടും അവിടെ കൊണ്ട് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ സദൻ ലെബനാൻ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ത്രെട്ടുകൾ. അപ്പോൾ ഇത് എന്തുമായിട്ടാണ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ, സിറിയയിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് 2 റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് വന്നതായിട്ടാണ് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ നേരം വെളുത്തപ്പോൾ തന്നെ സിറിയയ്ക്കുള്ളിൽ ഒരു വമ്പൻ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയിലെ HTSന്റെ നേതാവായിട്ടുള്ള ജൊലാനി, സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല, ഇത് ഞങ്ങൾ ചെയ്ത വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞത്, ഇസ്രായേൽ ദയവ് ചെയ്ത് സിറിയയിലുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ആ ഒരു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ നിങ്ങൾ ആക്രമിക്കരുത്, കാരണം ഞങ്ങൾ ഇപ്പോഴാണ് ചെറുതായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഞങ്ങളുടെ വളർച്ചയെ ബാധിക്കും എന്നുള്ള നിലയിലാണ് ജൊലാനിയുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് വന്നത്. അപ്പോൾ ആ റിക്വസ്റ്റ് വന്നതിനെ തുടർന്ന് പക്ഷെ അതിനുശേഷം ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് സിറിയയുടെ ഉള്ളിൽ നിന്ന് റോക്കറ്റ് വിട്ടതിൻ്റെ ചുമതല ഹെസ്ബുള്ളായുടേതാണെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഈ ഒരു അറ്റാക്ക്. അപ്പോൾ തികച്ചും ഈ മോഡേൺ വാർഫെയറിൽ ഡ്രോൺ അറ്റാക്കുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ലെബനാൻ്റെ ഉള്ളിൽ, സൗത്ത് ലെബനാൻ്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രോൺ ഫാക്ടറി അണ്ടർഗ്രൗണ്ടിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അത്രമാത്രം ഡ്രോൺ ആക്രമണം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്തിക്കളയാം എന്നുള്ള ഒരു പ്രീ പ്ലാനോട് കൂടിയാണ് ഈ ഒരു ഡ്രോൺ ഫാക്ടറി അവിടെ പ്രവർത്തനം തുടങ്ങിയതായിട്ടാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് സൗത്ത് ലെബനാൻ ഭാഗത്ത് ഇപ്പം ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് സദൻ ലെബനാൻ ഭാഗത്ത് ഇസ്രായേലിന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. റഫ ഭാഗത്ത് ഒരു റിബൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അൽ ഷബാബ് ഗ്രൂപ്പ് എന്നാണ് ഈ ഒരു ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഈ ഗ്രൂപ്പ് പ്രധാനമായിട്ട് കൊള്ളസംഘമാണ്. ഈ കൊള്ളസംഘം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു എയ്ഡ് ട്രക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും ഹമാസ് ഒരു സൈഡിലൂടെ കൊള്ളയടിക്കുന്നു എങ്കിൽ ഈ ഹമാസിനെ എതിർത്തുകൊണ്ട് ഇവരും വേറൊരു സൈഡിൽ, ഈ ഹമാസ് കൊള്ളയടിക്കുന്നത് കണ്ട് നിന്ന് സഹിക്കാൻ വയ്യാതെ ഈ അൽ ഷബാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് ഇവരും തന്നെ ഒരു കൊള്ളസംഘമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഹമാസ് മോട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പോയി കൊള്ളയടിക്കുന്നു. അപ്പോൾ അതായത് 2 ടീമുകൾ അവിടെ ഉണ്ട് ഈ കൊള്ളയടി. ഇനിയും വേറെ കൊള്ളസംഘങ്ങൾ ഉണ്ടാവും, പക്ഷേ എല്ലാ കൊള്ളക്കേസുകളും ഇതുവരെ ഹമാസിന്റെ പേരിലാണ് വന്നിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേൽ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇത് ഇസ്രായേൽ ഇങ്ങനെ റിവീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അൽ ഷബാബ് ഗ്രൂപ്പ് ഹമാസ് ഇത്രത്തോളം ഫുഡ് ഐറ്റംസ്, അതായത് ഈ ഹമാസ് ഗാസയിലെ ജനങ്ങൾ മൊത്തം പട്ടിണി കിടക്കുമ്പോഴും ഈ ഹമാസ് പൈസയ്ക്ക് സാധനം വിറ്റ്, ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഗോഡൌണിൽ പതുക്കി വെച്ചിട്ട് പൈസ കൊടുത്താൽ മാത്രമേ തരൂ എന്നുള്ള നിലയിലുള്ള നിലപാടുകൾ എടുക്കുകയും ഇസ്രായേലിന്റെ മേളിൽ പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിലുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാതെ പതുക്കി വെച്ചിരുന്നു ഗോഡൌണിൽ. അപ്പോൾ ആ പതുക്കി വെച്ചിരുന്ന ഗോഡൌൺ കയറി കൊള്ളയടിക്കാനൊക്കെ ഈ ഒരു അൽ ഷബാബ് ഗ്രൂപ്പാണ് മുന്നിട്ടിറങ്ങുന്നത്. ഇപ്പോഴും ഗാസയിൽ ഈ ഹമാസിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അൽ ഷബാബ് ഗ്രൂപ്പ്. ഇപ്പോൾ ഈ ഒരു അൽ ഷബാബ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ തോക്കുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു അൽ ഷബാബ് ഗ്രൂപ്പിന്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഹമാസിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ബെഞ്ചമിൻ നെതന്യാഹു കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കുറച്ച് കാഷ്വാലിറ്റീസ് കൂടുതൽ വരുന്നുണ്ട് IDFന്റെ ഭാഗത്ത്. മിനിഞ്ഞാന്ന് 3 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ 3 സോൾജേഴ്സ്, 22 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സോൾജേഴ്സ് റോഡ് സൈഡിലുള്ള ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് കാഷ്വാലിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാഷ്വാലിറ്റീസ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരുന്നത് അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇനി വൈകാതെ തന്നെ അടുത്ത ഇലക്ഷൻ കാര്യങ്ങളൊക്കെ
ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചടി ഒരുപക്ഷെ കിട്ടിയേക്കാം നെതന്യാഹുവിന്, കാരണം ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പം കാരണം 600 ദിവസത്തിലധികമായിട്ട് ഈ ഒരു ബന്ദികളെ ഇതുവരെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ നീണ്ടുപോകുന്ന ഈ ഒരു യുദ്ധം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപക്ഷെ 70% സാധ്യത ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെയാണ്. പക്ഷേ എന്നാലും ചെറിയ പോസിബിലിറ്റീസ്, ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ രീതിയിലാണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ട് സൈഡിലുള്ള തോട്ട് പ്രോസസ്സും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് മുന്നോട്ട് എടുക്കുന്നത്. അതായത് ഇനി കൂടുതൽ IDF സോൾജേഴ്സ് കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അകത്തുള്ള റിബൽസ് ഗ്രൂപ്പിനെ തന്നെ ചുമതല ഏൽപ്പിച്ച് ആദ്യമേ തന്നെ ഈ ഉള്ളിലുള്ള റിബൽ ഗ്രൂപ്പുകളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഹമാസിനെതിരെ അവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തിരിക്കുന്നത്. ഇത് നെതന്യാഹു കൺഫേമും ചെയ്തിട്ടുണ്ട്. അതായത് തോക്കുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ റഫ ഭാഗത്താണ് ഈ ഒരു അൽ-ഷബാബ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഹമാസിനെതിരെ പൊരുതാനുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ. UN വീണ്ടും റെസൊല്യൂഷൻ കൊണ്ടുവന്നു. അതായത് ഗാസയിൽ സീസ് ഫയർ കൊണ്ടുവരണം എന്നുള്ളതിനെ ചൊല്ലിയുള്ള ഒരു റെസൊല്യൂഷനാണ് കൊണ്ടുവന്നത്. ആ റെസൊല്യൂഷനെ US വീണ്ടും വീറ്റോ ചെയ്ത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഒരു ഇസ്രായേൽ ഗാസ ഇതിൻ്റെ ഇടയിൽ നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്ക് ഡോറിൽ പ്രവർത്തിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡെലിഗേറ്റ്സ് ടീമൊക്കെ ഇപ്പോൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഹമാസ് സ്വമേധയാ സോഫ്റ്റ് ബന്ദിമോചന കരാറുമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതായത് ഉദ്ദേശിക്കുന്നത് ഹമാസ് ഇപ്പം ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇസ്രായേൽ അവിടുത്തെ റിബൽ ഗ്രൂപ്പിനെ തന്നെ ഹമാസിനെതിരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ കാരണം ഹമാസ് സ്വമേധയാ തന്നെ ഒരു റിലീസ് പ്ലാൻ കൊണ്ടുവരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിവേ ഇത്രയും നാൾ നടന്നില്ല, ഇനി ഇത് നടക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. GHF ഇന്നലെ നിർത്തിവെച്ചിരുന്ന എയ്ഡ് സർവീസ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വീണ്ടും ഗാസയിൽ എയ്ഡ് സർവീസ് നല്ല രീതിയിൽ മുന്നോട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ ഇസ്രായേലിന്റെ ബഡ്ജറ്റിൽ നിന്നും 700 മില്യൺ ഗാസ എയ്ഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 700 മില്യൺ ഇസ്രായേലിന്റെ ബഡ്ജറ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഈ October 7 ഇസ്രായേലിന്റെ ഉള്ളിൽ കയറി ആക്രമണം നടത്തിയ ആൾക്കാരെ പരിപോഷിപ്പിച്ച് അവർക്ക് സെക്യൂരിറ്റി കൊടുത്തിരുന്ന ഈ ഒരു ജനങ്ങൾക്കാണ് 700 മില്യൺ ഇപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് വകമാറ്റി ഇസ്രായേൽ ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് 12 രാജ്യങ്ങൾക്ക് ബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 12 രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല, അമേരിക്കയുടെ ഉള്ളിലോട്ട് കയറി വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനമാണ്. രാജ്യങ്ങളുടെ പേരൊക്കെ കുറെ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, മിയാൻമാർ, ചാദ്, കോങ്കോ, ഇക്വറ്റോറിയൽ ഗുനിയ, എരിത്രിയ, ഹെയ്ത്തി, ഇറാൻ, യമൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, അതിനോടൊപ്പം ഒരു 7 രാജ്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സാങ്ഷൻസ് ഒക്കെ വരുന്നത്. ഈ ഞാൻ മേൽപ്പറഞ്ഞ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇനി അമേരിക്കയുടെ ഉള്ളിൽ വിസ കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിന് സ്റ്റുഡൻസ് എന്നല്ല, മറ്റുള്ള ഇതര കാറ്റഗറിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്പെഷ്യലായിട്ട് തന്നെ ഈ രാജ്യങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടല്ലോ, ഞാനിവിടെ വെച്ചിരിക്കുന്ന വാർത്ത. മാക്രോൺ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിന് ഒരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2 ദിവസത്തിനകത്ത് ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കണം, നിർണായക തീരുമാനം എടുത്തിരിക്കണം. അതായത് പുള്ളി പറഞ്ഞു വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, ഒരു സീസ് ഫയർ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ പറയുന്നത് ഇതാണ് സംഭവം, 2 ദിവസത്തിൽ, അതും നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സിൽ ഇതിന്റെ തീരുമാനം ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കുന്ന സംഭവം വേറെ ആയിരിക്കും. അതായത് ഫ്രാൻസ് ഡയറക്റ്റായിട്ട് ഇറങ്ങി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മാക്രോൺ ഈ രീതിയിൽ കോമാളിത്തരങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടാക്കുന്നത്. അതും കൂടെ നമുക്ക് പറയാതെ പോകാൻ പറ്റും. ഈ മാക്രോൺ എന്തറിഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്ത് പറയുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പം അതായത് ഫ്രാൻസിലുള്ള കുറച്ച് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ തുടരെ ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങുന്നത്. കാരണം അവിടെ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഉള്ളിൽ അൺസർട്ടനിറ്റിയാണ്. ഇത്തവണ മാക്രോൺ മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭാര്യയുമായിട്ടുണ്ടായ ഒരു വഴക്ക്, അതൊക്കെ വളരെ പോപ്പുലറായിട്ട് തന്നെ ഫ്രാൻസിനുള്ളിൽ 2 ദിവസം ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് മീഡിയകളിൽ നിന്നും ഈ ഒരു വീഡിയോ ഫൂട്ടേജ് ശരിക്കും നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ആ രീതിയിലുള്ള മാക്രോൺ ശരിക്കും ഫ്രാൻസിനുള്ളിൽ ജനപിന്തുണ ഇടിഞ്ഞ ഒരു നേതാവായിട്ടാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എങ്കിലും കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്മെൻ്റാണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കണ്ടറിയാം എന്താണ് മാക്രോൺ ബെഞ്ചമിൻ നെതന്യാഹുവിന് വെച്ചിരിക്കുന്ന ആ ഒരു സർപ്രൈസ് മെസ്സേജ് എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ കണ്ടറിയാം. 2 ദിവസം വെയിറ്റ് ചെയ്താൽ പോരെ, 2 ദിവസം കാത്തിരിക്കാം. നോർവേയുടെ അടുത്ത് പ്രഷർ, അതായത് നോർവേയുടെ അടുത്ത് വരുന്ന പ്രഷർ എന്താണെന്ന് പറഞ്ഞാൽ, നോർവേയെ ഈ യുക്രൈനിലേക്ക് എയ്ഡ് സ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഷർ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഞാൻ 30% എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നോർവേ ആ രീതിയിൽ ഒന്ന് ഒഴിവാക്കി വിട്ട്. അതായത് ഉള്ളിൽ തന്നെ അടി, നാറ്റോ രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നം. അതായത് എങ്ങനെയെങ്കിലും തൊഴുത്തിൽ കുത്ത് എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നോർവേയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഉക്രൈൻ വിഷയത്തിൽ നിന്നും നോർവേ ഇങ്ങനെ സ്ലൈറ്റ്ലി സ്കിപ്പായി പോയ ഒരു സാഹചര്യത്തിൽ നോർവേക്കെതിരെ ഈ പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ, അതായത് ഈ ഒരു ഇന്തിഫാദ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഗ്രൂപ്പിന്റെ കാറ്റഗറിയിൽ വരുന്ന രാജ്യങ്ങൾ ഒരു പ്രഷർ ഇട്ടിരിക്കുകയാണ്. അതായത് നോർവേ
ഇസ്രായേൽ കമ്പനികളിൽ നിക്ഷേപിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് നോർവേ ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് ആ പരിപാടി നടക്കത്തില്ല. നമ്മൾ ഓൾറെഡി തന്നെ ഒരുപാട് ഫണ്ട് ഇസ്രായേൽ കമ്പനികളിൽ, ഇസ്രായേൽ കമ്പനിയാണോ ഇല്ലയോ എന്നുള്ളത് അറിയാതെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ ഗ്ലോബൽ കമ്പനികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിലായാലും ശരി, ഇസ്രായേലിന്റെ പുറത്തായാലും ശരി, ഇസ്രായേൽ കമ്പനികളിൽ ചെയ്യുന്ന നിക്ഷേപം നോർവേ ഒരിക്കലും തടയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിനെതിരെ എന്ത് നിലപാടും എടുത്തോ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് നോർവേ പറഞ്ഞു വെക്കുന്നത്. IAEA, ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, ഇനി മേലാൽ ഇറാന്റെ ഉള്ളിൽ വന്നു പോകരുതെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങളുടെ കുത്തിത്തിരിപ്പ് ഒട്ടും ശരിയല്ല. അതായത് ഇറാനെതിരെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതായിട്ടാണ് ഇറാൻ ക്ലെയിം ചെയ്യുന്നത്. ഇറാൻ തുടരെ പറയുകയാണ് ഞങ്ങളുടെ അടുത്ത് ആണവായുധം ഇല്ല, ഞങ്ങൾ അങ്ങനെ ആ രീതിയിൽ എൻറിച്ച്മെന്റ് നടത്തുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ 24 ചെറിയ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ട് എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 400+ kg യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്ത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഡെവലപ്പ് ന്യൂക്ലിയർ വെപ്പൺ എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പം ഇറാനെതിരെ ഈ രീതിയിലുള്ള സാങ്ഷൻസ്, സെക്കൻഡറി സാങ്ഷൻസ് ഒക്കെ അമേരിക്ക കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഇതിനെ തുടർന്നാണ് ചൈനയ്ക്ക് കിട്ടിയ സാങ്ഷൻ, അതിനെ തുടർന്നാണ് അദാനിക്കെതിരെ വന്ന വിഷയങ്ങൾ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഗ്ലോബലി തന്നെ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പൊതുവേ ചാബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഇതിന് മുമ്പുള്ള വാർത്തകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തുടരെ വാർത്തകൾ കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇതുപോലെ നിങ്ങൾ ഫേക്ക് നറേറ്റീവ് ഒക്കെ സൃഷ്ടിച്ച് നമുക്കെതിരെയുള്ള കുക്ക്ഡ് അപ്പ് സ്റ്റോറികളാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള നിലയിലാണ് IAEA ഇറാൻ വരണ്ടെന്ന് പറയുന്നത്. ആ വാർത്ത അങ്ങനെ ഇരിക്കെ തന്നെ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി അടുത്ത് സിറിയക്കുള്ളിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് സിറിയയിൽ അസാദ് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ന്യൂക്ലിയർ സ്റ്റോറേജ് സൈറ്റുകളൊക്കെ ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണമെന്നാണ് IAEA അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും പെർമിഷൻ കിട്ടും, അവരകത്ത് പോയി അത് പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിലുപരിയായിട്ട് കാരണം ഇപ്പം ഇറാൻ ശരിക്കും ഇപ്പം സിറിയയിൽ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓപ്പൺ ആണ്. കാരണം അവർക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ലിബറലായിട്ട് ഒരു അംഗീകാരം ഗ്ലോബലി തന്നെ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ചെയ്യും. പിന്നെ അതും പോയിട്ട് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഈ സിറിയക്കകത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൗദി അറേബ്യയും വൺ ഓഫ് ദ അതർ ഇൻഫ്ലുവൻസർ ആണ് അവിടെ. അപ്പോൾ ആ രീതിയിൽ സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെ മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. അപ്പോൾ സൗദി അറേബ്യ ഒരു സുന്നി രാജ്യമായിട്ട് അതിനെ സപ്പോർട്ടീവായിട്ട് കൊണ്ടുവന്ന് സിറിയക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനും അതേപോലെ അൽഷാറയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്തുണ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങളാണ് സൗദി അറേബ്യ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും IAEA സിറിയക്കുള്ളിൽ പോവും, പരിശോധിക്കും. അപ്പോൾ ഈ അഹമ്മദ് അൽഷാറ പറഞ്ഞിരിക്കുന്നത് സിറിയ ഒരിക്കലും നെയ്ബറിംഗ് കൺട്രീസിന് ഒരു ത്രെട്ടായി മാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. അമേരിക്കയിൽ കൊളറാഡോയിൽ നടത്തിയ ഒരു ആക്രമണം, ആ ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആക്രമണകാരിയുടെ കുടുംബം എല്ലാം അവരെല്ലാം പിടിച്ചിട്ട് ഡീപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോടതി ഇപ്പോൾ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതായത് അങ്ങനെ ആ ഒരു ഈജിപ്ഷ്യൻ ഫാമിലിയെ നിങ്ങൾ മൊത്തത്തിൽ ഡീപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഹാൾട്ട് ചെയ്യുക, ഇപ്പൊ ആരെയും ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. US കോടതി ജനങ്ങൾ ഏത് രീതിയിൽ ആക്രമിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നോ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് ഈ ഒരു തീരുമാനം. അതായത് US നിന്നും എത്രയോ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഫാമിലി ഒരു ആക്രമണം നടത്തിയതിന്റെ പേരിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ആക്രമണകാരിയെങ്കിലും ഡീപ്പോർട്ട് ചെയ്യേണ്ട സാമാന്യ മര്യാദ കാണിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അപ്പീൽ പോകുന്നതായിരിക്കും. അപ്പീൽ പോയതിനു ശേഷം ഒരുപക്ഷെ മേൽക്കോടതി ഉത്തരവ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി അലക്ഷ്യ നടപടിയൊക്കെ ട്രംപ് ഓൾറെഡി തന്നെ സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതി എന്ത് വിധിച്ചാലും ഈ ഡീപ്പോർട്ടേഷൻ അമേരിക്ക നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സൂചനയാണ് മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി, പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് സമഗ്രമായ മിഡിൽ ഈസ്റ്റ് വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.